അസ്സലാമലൈക്കും പ്രിയ സുഹൃത്തുക്കളെ, ഞാനൊരു മേജർ സർജറിയുമായി ബന്ധപ്പെട്ട് പെരിന്തൽമണ്ണ ഹോസ്പിറ്റലാണ്. എനിക്ക് നിങ്ങളോട് പറയാനെന്താ വെച്ചാൽ, അവനാന്റെ തടി അവനാ കാത്തോളി. നമുക്ക് പഠിച്ചോൻ അനുഗ്രഹിച്ച് തന്ന ഓരോ അവയവങ്ങളും നിങ്ങൾ പൊന്നുപോലെ നോക്കിക്കോളി. അത് ഏത് രീതിയിലേക്കോട്ടെ, നിങ്ങൾ വ്യായാമം ചെയ്തിട്ടായാലും സ്ട്രെസ് കുറച്ചിട്ടായാലും ലഹരി പദാർത്ഥങ്ങൾ ഒഴിവാക്കിയിട്ടായാലും ജങ്ക് ഫുഡുകൾ ഒഴിവാക്കിയിട്ടായാലും ഏത് രീതിയിലായാലും നിങ്ങളെ ആരോഗ്യം നിങ്ങൾ ശ്രദ്ധിക്കണം. കാരണം അതിനെന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ പുനർ സുഹൃത്തുക്കളെ, ഓരോ സർജറിക്കും വരുന്ന എമൗണ്ട് കേൾക്കുമ്പോൾ നമ്മളെ കണ്ണ് തള്ളിപ്പോകും. നമ്മളെ സാധാരണക്കാരായ ആളുകൾക്ക് ഒരിക്കലും കൂട്ടിയാൽ കൂടില്ല. നമ്മളെ കുടുംബക്കാരും അയൽവാസികളും സുഹൃത്തുക്കളൊക്കെ നമ്മളെ കൂടെ ഉണ്ടാവും. പക്ഷെ ഒരു പരിധി കഴിഞ്ഞാൽ എല്ലാവർക്കും നമ്മളൊരു ഭാരമായി മാറും. അത് ഞാൻ ആരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം എന്താണല്ലേ, ആർക്കും സമയമല്ല, എല്ലാവരും തിരക്കിലാണ്, എല്ലാവരും മരണപ്പാച്ചിലാണ്. 6 അടി മണ്ണിൽ നമ്മൾ കിടക്കുന്ന വരെ നമ്മളെ പ്രശ്നങ്ങളും ദുരിതങ്ങളും തീരൂല. അപ്പോൾ 30 വയസ്സ് കഴിഞ്ഞ ആളുകളോട്, പ്രത്യേകിച്ച് പ്രവാസികളായ സുഹൃത്തുക്കളോട് പറയാനുള്ളത്, നിങ്ങളെ കുടുംബം നോക്കുമ്പോൾ നിങ്ങളെ തടി നോക്കാൻ മറക്കല്ലേ. എന്തെങ്കിലും ശരീരത്തിൽ അസുഖങ്ങളോ ബുദ്ധിമുട്ടുകൾ പ്രയാസങ്ങൾ വരാണെങ്കിൽ ഇത് തുടക്കത്തിൽ തന്നെ ട്രീറ്റ്മെന്റ് ചെയ്താൽ നമുക്ക് കുറച്ചും കൂടി കാലം ജീവിക്കാൻ പറ്റും. അതല്ല, കുറച്ചും കൂടി നേരം വൈകുകയാണെന്നുണ്ടെങ്കിൽ സി ലെവലും ഡി ലെവലൊക്കെ ആയി കഴിഞ്ഞാൽ അത് ലെൻസിനൊക്കെ ബാധിച്ചു കഴിഞ്ഞാൽ, ഇൻഫെക്ഷൻ വന്നു കഴിഞ്ഞാൽ സർജറി പോലും ചെയ്യാൻ കഴിയില്ല. തമ്മിൽ നോക്കിയിരുന്ന് കരയാന്നല്ലാതെ, പൈസ കുറെ ചെലവാക്കാന്നല്ലാതെ ഒരു റിസൾട്ടും ഉണ്ടാവില്ല. അതുകൊണ്ട് പഠിച്ച എല്ലാവർക്കും ആഫിയത്തുള്ള ദീർഘായുസ് തരട്ടെ. ആമീൻ.